ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുഭാഷിന് ഒരു കല്യാണാലോചന വരുവാണ്. ആ കല്യാണാലോചനയെ ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അമ്മാവനും ബ്രോക്കറും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ കൂടെ ഒരു ജോത്സ്യനും വരുന്നുണ്ട്. അവർ ജാതകത്തിലും സമയത്തിലും ഒക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ്. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പോലും രാഹുകാലം കഴിയട്ടെ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരാദ്യം വന്നിട്ട് പറയും, ഇത് ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു ജോത്സ്യനാണ്, അപ്പം പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം ചെറുക്കൻ്റെ ജാതകം ഒന്ന് നോക്കാം, ജാതകം നോക്കി ജാതകം ചേരുമെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം പെൺകുട്ടി വന്നാൽ മതിയല്ലോ എന്ന് പറയും. അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ജാതകം ചോദിക്കുമ്പം സുധീഷ് എഴുതിക്കൊണ്ട് വന്ന ജാതകമാണ് കൊടുക്കുന്നത്. പക്ഷേ ആ ജാതകം ചേരില്ല. അതിനുശേഷം വളരെ ഫേമസ് ആയ ഒരു ജോത്സ്യനെ കൊണ്ട് സുഭാഷിൻ്റെ ജാതകം എഴുതിയ കാര്യം ഭാസ്കരൻ പറയുന്നുണ്ട്. അങ്ങനെ അയാളുടെ ജാതകം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ജാതകം നോക്കുന്ന സമയത്ത് ആ ജോത്സ്യൻ പറയുന്നുണ്ട്, ഈ ജാതകക്കാരന് വിവാഹയോഗം പറഞ്ഞിട്ടില്ല. ഈ ജാതകം ഇരിക്കുന്ന വീട്ടിൽ ഒരു പെൺകുട്ടി പോലും വാഴത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സുഭാഷിന് വലിയ വിഷമമാവുന്നു. സുഭാഷ് അതിനുശേഷം റൂമിൽ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ട്. സുഭാഷിനെ നിധിയും സുധീഷും എല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ജാതകവും ജ്യോത്സ്യവും ഒക്കെ നോക്കി വിശ്വസിക്കുന്നിടത്ത് സുഭാഷ് ഏട്ടൻ അവരുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടി എടുക്കാതിരിക്കുന്നത് തന്നെ നല്ലതെന്നൊക്കെ പറഞ്ഞ് സുഭാഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും സുഭാഷിനെ അത് സഹിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം രാവിലെ അതുപോലെ തന്നെ നിധി അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് സുഭാഷിനെ അവിടെ കാണത്തില്ല. സുധീഷിനൊക്കെ ചോദിക്കും, സുഭാഷ് ഏട്ടൻ എവിടെ സുധീഷ് എന്ന് ചോദിക്കും. അവിടെ അടുക്കളയിലില്ല. ഇല്ല, സാധാരണ ഇവിടെ വരുമ്പോൾ കാണുന്നതാണ്, ഇന്ന് കാണുന്നില്ലെന്ന് പറയും. അങ്ങനെ നിധിയും സുധീഷും സുഭാഷും ഹരീഷും എല്ലാവരും കൂടി നമ്മുടെ സുഭാഷിനെ അന്വേഷിക്കുകയാണ്. എവിടെയും കാണത്തില്ല. അങ്ങനെ റൂമിൽ നിന്ന് ഒരു കത്ത് കിട്ടുന്നുണ്ട്. ആ കത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ കാരണമാണ് ഈ വീട്ടിൽ സ്ത്രീകൾ വാഴാത്തത്, ഞാൻ കാരണം എൻ്റെ അനിയന്മാരുടെ കുടുംബജീവിതം കൂടി തകരരുത്, ഞാൻ ഒരു ദോഷം പിടിച്ചൊരു ജാതകമാണ് എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വിഷമത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ സുഭാഷ് അവിടുന്ന് പോകുകയെന്ന്. സുഭാഷിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് നമ്മുടെ അവിനാശ്. അങ്ങനെ അവിനാശിൻ്റെ വീട്ടിലൊക്കെ പോയി സുധീഷ് സംസാരിക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കും, സുഭാഷ് ചേട്ടനെ രാവിലെ തൊട്ട് കാണാനില്ല, സൈറ്റിൽ ചെന്നിട്ട് അവിടെ ഇല്ലെന്നാണ് പറയുന്നത്, അങ്ങോട്ടങ്ങനെ വന്നു ഇല്ല, ഇവിടെ അങ്ങ് വന്നിട്ടില്ല ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമെന്ന് അവരെല്ലാവരും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നിധിയും സുധീഷും കൂടി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ചേട്ടനെ കാണാനില്ല, പൈസയും ഫോട്ടോയൊക്കെ കൊടുക്കുന്നുണ്ട്. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു പരാതി എഴുതിയിട്ട് ഫോട്ടോയായിട്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അന്വേഷിക്കണമെന്ന് പറയും. സാർ, ഇതിലൊരു ഉപേക്ഷ വിചാരിക്കരുത്, ചേട്ടൻ അങ്ങനെ എവിടെയും ദൂരോട്ടങ്ങും പോകത്തില്ല, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ അന്വേഷിച്ചു, ബന്ധുവീടുകളിലൊക്കെ ചെന്നു, എവിടെയും ചേട്ടൻ ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞെന്നൊക്കെ പറയും. അങ്ങനെ സുധീഷിന് നല്ല ടെൻഷനുണ്ട്. എടോ, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറയുന്നില്ലേ, നിങ്ങളൊന്ന് വിഷമിക്കാതിരിക്കാൻ പറയും. ആ സമയത്ത് ഒരു PC വന്നിട്ട് സാറിന് ഇവരെ മനസ്സിലായി എന്ന് നോക്കും. ഇല്ല, ഇതോ മുമ്പൊരു നിഖിലെന്ന് പറഞ്ഞ ചെറുക്കനെ ചേട്ടാനിയന്മാർ ചേർന്ന് അടിച്ചില്ലായിരുന്നു, അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയില്ലായിരുന്നു. ഓ ഓ ഓ ആഹാ, ആ വീട്ടിലെ ആളെ കാണാതെ പോയി സുഭാഷ്, ഓ അത് ഇവന്മാരായിരുന്നു, അതെ. അപ്പം നിധി പറയും, സാറേ, അത് ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അന്ന് സുഭാഷ് ചേട്ടനും സുധീഷും എല്ലാം കൂടി ചെന്ന് നിഖിലിനെ അടിച്ചത്. അതും ഇതുമായിട്ടൊന്നും കേസുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറി അയാൾ അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് അന്ന് അവരെ അടിച്ചതെന്നൊക്കെ പറയും. അത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതാണ് എന്നൊക്കെ പറയും. അതിന് ഞങ്ങൾ അത് പറഞ്ഞെന്നല്ലേ ഉള്ളെന്ന് പറയും. ശരി, ഞങ്ങൾ കേസ് അന്വേഷിക്കാം, നിങ്ങൾ പൊയ്ക്കോളാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പുറത്തിറങ്ങിയെന്ന് കാറിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് വിഷമിച്ച് കരയുകയാണ്. എന്നാലും സുഭാഷ് ചേട്ടൻ എവിടെ പോയി കാണും. അപ്പോഴത്തെ നിധി അങ്ങോട്ട് വരുന്നത്. നിധിക്ക് എന്ത് പറ്റി സുധീഷ്, എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല നിധി, സുഭാഷ് ചേട്ടൻ എങ്ങോട്ട് പോയി കാണും, ഈ ജാതകവും ജ്യോത്സ്യവും നോക്കണ്ടായിരുന്നു, നമ്മൾ എന്തൊരു അബദ്ധമൊക്കെ കാണിച്ചെന്ന് പറയും. ഞാനും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല സുധീഷ് ആ കല്യാണാലോചന കൊണ്ടുവന്നത്, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് ജാതകം നോക്കാനൊക്കെ പറയുമായിരുന്നു എന്നൊക്കെ പറയും. സുഭാഷ് ചേട്ടനത് അത്രയും മനപ്രയാസം ഉണ്ടാക്കിയാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പറയും. നമ്മൾ എവിടെ പോയി സുഭാഷ് ചേട്ടനെ അന്വേഷിക്കുന്ന രീതി എന്നൊക്കെ പറയും. എന്തായാലും സുധീഷ് വിഷമിക്കാൻ, നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലായിടത്തും ഒന്നും കൂടി അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഭാസ്കരന് നല്ല ടെൻഷനുണ്ട്, എവിടെ പോയെന്നൊക്കെ, എന്നാൽ ഇവനിത് എവിടെ പോയി കാണും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ നമ്മുടെ ഗംഗാധരനും ലളിതയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരെ കാണുന്നത് ഭാസ്കരൻ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ചോദിക്കും, ഭാസ്കര, ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു, എന്നാലും അവൻ എവിടെ പോയി, അവനെ കാണാനില്ലെന്നൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞായിരുന്നു പറയും. ഒന്നും അറിയത്തില്ല, അവൻ എവിടെ പോയെന്ന് അറിയത്തില്ലെന്ന് പറയും. ഉടനെ നിധി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, അല്ല, ഞങ്ങൾ സുഭാഷിനെ കാണാനില്ലെന്നൊക്കെ അറിഞ്ഞായിരുന്നു, അങ്ങനെ അന്വേഷിക്കാനായിട്ട് വന്നതാണെന്ന് പറയും. സുഭാഷ് ചേട്ടനെ ഇന്ന് രാവിലെ തൊട്ട് കാണാനില്ല, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ട് ഇപ്പോൾ അങ്ങോട്ട് വന്നതേ ഉള്ളെന്ന് പറയും.
അവൻ എങ്ങോട്ടാണ് പോയത്, എന്താ ഇവിടെ നടന്നതെന്നൊക്കെ ലളിത ചോദിക്കുന്നുണ്ട്. അത് സുഭാഷ് ചേട്ടൻ്റെ കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ, അങ്ങനെ ഞങ്ങളൊരു കല്യാണാലോചന കൊണ്ടുവന്നായിരുന്നു. അപ്പം അവർക്ക് ജാതകം കാണണമെന്ന് പറഞ്ഞു സുഭാഷ് ചേട്ടൻ്റെ. അങ്ങനെ അച്ഛൻ എഴുതിയൊരു ജാതകം ഉണ്ടായിരുന്നു ഇവിടെ. ആ ജാതകം ആ ജ്യോത്സ്യൻ വായിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് സുഭാഷ് ചേട്ടന് വിവാഹയോഗം പറഞ്ഞിട്ടില്ല, സുഭാഷ് ചേട്ടൻ്റെ ജാതക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇവിടെ സ്ത്രീകൾ വാഴാത്തത് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതിന് ശേഷം സുഭാഷ് ചേട്ടൻ വളരെ വിഷമിച്ചിരുന്നായിരുന്നു, വളരെയധികം അപ്സെറ്റായിരുന്നു. ഞങ്ങളെല്ലാം ആശ്വസിപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഭാഷ് ചേട്ടനെ രാവിലെ തൊട്ട് കാണാനില്ല, അതിൻ്റെ മനപ്രയാസത്തിലായിരിക്കും സുഭാഷ് ചേട്ടൻ പോയത്. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും. ലെറ്ററോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് കൊണ്ട് ചെന്ന് ഗംഗാധരന് കത്ത് എടുത്ത് കാണിക്കുകയാണ്. അതുകൂടി വായിക്കുമ്പോഴത്തേക്ക് അവർക്കങ്ങ് വിഷമമാവും. അവർ പറയും നിങ്ങൾ വിഷമിക്കേണ്ട, അവൻ ദൂരോട്ടങ്ങും പോകത്തില്ല. അപ്പോൾ ലളിതയും പറയും അവൻ്റെ സ്വഭാവം എനിക്കറിയാം, കൊച്ചിലെ തൊട്ട് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അവന് കൂടപ്പുറപ്പോളെയൊന്നും വിട്ട് ഒരു ദിവസത്തെ കൂടുതൽ മാറി നിൽക്കാൻ കഴിയത്തില്ല. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പം അവൻ കാരണമാണ് ഈ വീട്ടിൽ ആരുടെയും കല്യാണം നടക്കാത്തതെന്നുള്ള വിഷമം കൊണ്ടെങ്ങാണ് അവൻ മാറി നിൽക്കുന്നതായിരിക്കും. നിങ്ങളാരും വിഷമിക്കേണ്ട, അവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് ലളിതയും ഗംഗാധരനും കൂടി അങ്ങ് തിരിച്ചു പോകുന്നത്. പക്ഷേ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ സുധീഷിനും നിധിക്കൊക്കെ സന്തോഷവും. കാരണം ഒരു വിഷമം വന്നപ്പോഴത്തേക്ക് സഹോദരങ്ങൾ കൂടി വന്നല്ലോ. ഭാസ്കരൻ ആദ്യം അവരോട് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നെ അവരോടങ്ങ് സ്നേഹവാട്ടൊക്കെയാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ഇത് എവിടെ പോയി കാണും സുഭാഷ് എന്നുള്ള വിഷമത്തിൽ. അപ്പോൾ രാത്രിയിലൊക്കെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ വിഷമിക്കുകയാണ്, ആഹാരം പോലും കഴിക്കത്തില്ല. കാരണം സാധാരണ സുഭാഷ് ചേട്ടനാണ് രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നത്. ഇത് സുഭാഷ് ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ആരും ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് ഭാസ്കരനും വിഷമിച്ചിരിക്കും. ആ സമയത്ത് ഭാസ്കരനകത്തോട്ട് വന്നിട്ട് പറയും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. സുധീഷ് ചോദിക്കും എന്താ? അതെ, എനിക്കൊരു സംശയം. അത് അവൻ ആ അവിനാഷിൻ്റെ വീട്ടിൽ കാണും. അവനൊരു പെങ്ങളുണ്ടല്ലോ, എന്തോ അവളുടെ പേര് ഉടനെ നമ്മുടെ നികേഷ് പറയും ചാന്ദിനി. ചിലപ്പോൾ അവളെ അടിച്ചുകൊണ്ട് നാട് വിട്ട് കാണുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കും. പിന്നല്ലാതെ എൻ്റെ ഒരു സംശയമാണ്, അതങ്ങനെ തെറ്റാൻ സാധ്യതയല്ല. മിക്കവാറും അവൻ്റെ വീട്ടിൽ കാണും. നീ ഒരു കാര്യം ചെയ്യും, അവൻ്റെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കാൻ പറയും. ആ സമയത്ത് നികേഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നികേഷ് സാധാരണ സുഭാഷിനോടും നിധിയോടും ഭയങ്കര അറ്റാച്ച്ഡാണ്. നികേഷ് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ മിണ്ടാതെ വിഷമിച്ച് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും ഞങ്ങൾ എന്തായാലും പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം, നീ വിഷമിക്കാതെ നികേഷ് എന്ന് പറയും. എങ്കിൽ ഞാനും കൂടി വരാം സുധീഷ് ഏട്ടാന്ന് പറയും. അത് വേണ്ട, ഇവിടെ ഇവരെല്ലാം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ പോയി അവിനാഷിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നേരെ അവിനാഷിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ബെല്ലടിക്കും. ആ സമയത്ത് ചോദിക്കും എന്താ ഭായ്, ഞാൻ സുഭാഷ് ചേട്ടനെ കാണാനില്ലെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സുഭാഷ് ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ അവിനാഷിനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അകത്തുനിന്ന് സുഭാഷിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഇത് സുഭാഷ് ചേട്ടൻ്റെ ശബ്ദമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അകത്തോട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് ചാന്ദിനി അകത്തുനിന്ന് ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. സുഭാഷിൻ്റെ അടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടേക്കും സുഭാഷ് ചേട്ടാന്ന് സുഭാഷ് ചേട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് സുഭാഷ് ചാന്ദിനി അടുത്ത് പറയും ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആഹാരം കഴിക്കുന്ന സമയം, ഞാനാണ് എൻ്റെ അനിയന്മാർക്കെല്ലാം വിളമ്പി കൊടുക്കുന്നത്. ഞാൻ കഴിക്കുന്നതിന് മുമ്പ് അവന്മാർ കഴിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അവന്മാരിപ്പോൾ ആഹാരം വല്ലതും കഴിച്ചു കാണും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് ചേട്ടാന്ന് വിളിക്കുന്നത്. സുധീഷിൻ്റെ കണ്ണൊക്കെ നിറയും. സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വന്നാൽ കെട്ടിപ്പിടിക്കും. എന്ത് പരിപാടിയാണ് സുഭാഷ് ചേട്ടനെ കാണിച്ചത്? ഏതെങ്കിലും ഒരു ജോത്സ്യൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് സുഭാഷ് ചേട്ടൻ എങ്ങനെ കഴിഞ്ഞു ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ? സുഭാഷ് ചേട്ടനില്ലാതെ ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഒരു ജോത്സ്യൻ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാവോ? അയാൾക്ക് ജോത്സ്യം നോക്കാൻ അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്. എന്നാലും ഏട്ടാ മോനെ, ഞാൻ കാരണം ആ വീട്ടിൽ സ്ത്രീകൾ വാഴത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പം ഞാനാണെങ്കിൽ ആ വീട്ടിലെ ദോഷം എന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും എന്ന് ആര് പറഞ്ഞു? സുഭാഷ് ചേട്ടൻ അവിടെ ഉള്ളപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങ് സഹിച്ചോളാം. അങ്ങനെ സുഭാഷ് ചേട്ടൻ മാറി എന്നിട്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷം ഞങ്ങളുടെ വീട്ടിൽ വേണ്ട. സുഭാഷ് ചേട്ടൻ ഇപ്പോൾ എൻ്റെ കൂടെ വരണമെന്ന് പറയും. എൻ്റെ മോനെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, വന്നേ പറ്റത്തുള്ളൂ, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയും. സുഭാഷ് ചേട്ടനെ കാണാതെ അവിടെ എല്ലാവരും എന്ത് വിഷമത്തിലാണ് ഇരിക്കുന്നതെന്ന് അറിയാവുമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിനെ കൂട്ടിക്കൊണ്ടാണ് നേരെ അങ്ങോട്ട് വരുന്നത്. സുഭാഷിനെ കാണുന്നതും നികേഷിനുൾപ്പെടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും. നികേഷ് ഓടി വന്ന് സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാൻ. നിധിക്കൊക്കെ അങ്ങ് ഭയങ്കര സങ്കടമാവും. അങ്ങ് എന്താ സുഭാഷ് ചേട്ടായി കാണിച്ചത്? ഒരു ജോത്സ്യൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് സുഭാഷ് ചേട്ടൻ അങ്ങനെ പെരുമാറേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കണം. ആ സമയത്ത് ഭാസ്കരനും അങ്ങോട്ട് വരും. അപ്പോഴേക്കും അച്ഛാന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒറ്റ അടിയും കൊടുക്കും ഭാസ്കരൻ. നീ എന്ത് വിഡിത്തമായി കാണിച്ചത്? ഒരു ജോത്സ്യം വന്ന് നിൻ്റെ ജാതകത്തിന് ദോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണോ ചെയ്യേണ്ടത്? അത് നീ വീട്ടിലെ മൂത്ത ഒരു ആൾ, നിനക്ക് ഇച്ചിരി പക്വതയായിട്ട് നീ കാര്യങ്ങൾ പെരുമാറണ്ടേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഭാസ്കരനും പറയും എന്നാലും നീ ഒത്തിരി പേടിപ്പിച്ച് കളഞ്ഞോളാം മോനെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നുണ്ട്. സങ്കടം പറയും. അങ്ങനെ പറയും ഇനി നമുക്ക് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നോക്കാം, അയാളെ പോട്ടെ, നമുക്ക് വേറെ ഏതെങ്കിലും ജോത്സ്യനെ കൊണ്ടുവന്ന് നമുക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ സുധീഷും ഹരീഷും കൂടി വേറെ 1-2 ജോത്സ്യന്മാരെ കൊണ്ടുവന്നിട്ട്
സുഭാഷിൻ്റെ ജാതകം നോക്കും. ആ ജാതകത്തിനകത്ത് അങ്ങനെ പറയത്തക്ക ദോഷമൊന്നുമില്ല. ചെറിയ ചെറിയ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന ദോഷമേ ഉള്ളൂ. ചെറിയ ദോഷമുണ്ട് എങ്കിലും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിന് ചെറിയ പരിഹാര ക്രിയകളൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ജ്യോത്സ്യം പറഞ്ഞ കണക്കുള്ള പരിഹാര ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുഭാഷിന് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ നല്ല വിശേഷങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.